അങ്ങനെ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ആവേശം അങ്ങനെ അലതല്ലുകയാണ്. പരകോടിയിലേക്ക് എത്താൻ പോവുകയാണ്. തിരുവമ്പാടി വിഭാഗം ആദ്യം അങ്ങനെ വെടിക്കെട്ടിന് തിരികൊളുത്താൻ പോകുന്നു. തുടർന്ന് പാറമേക്കാവും തിരികൊളുത്തും. MS ലിഷോയും ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ തന്നെ ഒരുപാട് പേർ ഏറ്റവും പുതിയ കാഴ്ചകളും പകർന്നു നൽകാനും അതിൻ്റെ വിവരങ്ങൾ നൽകാനുമൊക്കെയായി ചേരുന്നുണ്ട്. MS ലിഷോയി, ഷിനോജ് ST എന്നിവരാണ് ചേരുന്നത്. ലിഷോയി, അല്പസമയത്തിനകം അങ്ങനെ കാത്തിരിപ്പിൻ്റെ ആ ഒരു സസ്പെൻസ് കടന്നു പോകുന്നു. ഇനി എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനി തിരികൊളുത്തുന്നു. വർണ്ണ വിസ്മയങ്ങൾ, അതൊക്കെ തന്നെ സാമ്പിൾ കാഴ്ചകൾ, അത് തന്നെ പൊട്ടിക്കുക എന്നതാണല്ലോ തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം നേരിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകർക്കും കൺകുളിർക്കെ കാണാനുള്ള അവസരം എപ്പോഴായിരിക്കും തുടങ്ങുക ലിഷോയി? അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അതായത് മെയിൻ വെടിക്കെട്ടിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന ആ വെടിക്കെട്ട്, അതായത് പൂരം ദിവസം പുലർച്ചെ നടക്കാൻ പോകുന്ന വെടിക്കെട്ട്, അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിന് ഈ പ്രധാനമായും ഇവിടുത്തെ ആളുകൾ, തൃശ്ശൂർ പ്രദേശത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായി സാമ്പിൾ വെടിക്കെട്ട് കാണാനായി എത്താറുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ പൂരം കാണാൻ എത്തുന്നവർ ആ പൂരം വെടിക്കെട്ടാണ് പ്രധാനമായും കാണാറുള്ളത്. ഈ സാമ്പിൾ വെടിക്കെട്ടിലാണ് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടത്താറുള്ളത്. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നുമൊക്കെ തന്നെ ഏറ്റവും അധികം ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കാറുള്ളത് ഈ വെടിക്കെട്ടുകളിൽ കൂടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ സാമ്പിൾ വെടിക്കെട്ടിൽ അവ അവതരിപ്പിക്കുന്നു. അത് മെയിൻ വെടിക്കെട്ടിൽ എത്രത്തോളം ആസ്വാദകർ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് നേരിട്ട് കണ്ടറിയുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ തവണ വെടിക്കെട്ടിന് മുൻപായി വളരെ നേരത്തെ തന്നെ, മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഇവിടെ ആളുകളെ തടഞ്ഞതാണ്. സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പിന്നീട് അത് പൂരം നിർത്തിവെക്കുന്നതിലേക്കും വെടിക്കെട്ട് നടത്തില്ല എന്ന് തിരുവമ്പാടി വിഭാഗത്തിനും പാറമേക്കാവ് വിഭാഗവും പറയുന്നതിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് നടക്കും. അതിന് മുന്നോടിയായുള്ള പെസോയുടെ ആ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാനമായി വഴിമരുന്നിടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം തന്നെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കി അന്തിമമായ ആ ഒരു എല്ലാ വിധത്തിലുള്ള അനുമതികളുമൊക്കെ തന്നെ എന്തായാലും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളും, ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പഴയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ നിന്നും കുറച്ച് മാറിയാണ് ഈ കൂടുതലായ ആളുകൾ ഈ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ കൂടുതലായി കഴിഞ്ഞ വർഷത്തേക്കാൾ ഒക്കെ തന്നെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞ് കാർമേഘങ്ങൾ ഒന്നുമില്ലാത്ത നല്ല അന്തരീക്ഷവും നന്നായി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആസ്വദിക്കാനൊക്കെയുള്ള അവസരം ഉണ്ട്.